ഈ രാജ്യം മുഴുവനും വളരെ വളരെ ദുഃഖത്തോടുകൂടി വളരെ വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരാരായാലും അത് ഈ പാനലുള്ളവരായാലും ഇല്ലവരായാലും മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. അത്ര നീച മനസ്സുള്ളവരാണ് ഇവരൊക്കെ. ഇനി മറ്റൊന്ന്, ഷാമു പ്രസാദ് ഇന്ത്യയുടെ ചാമ്പ്യൻ അത്ലറ്റിനെ റോഡിലൂടെ വലിച്ചിഴച്ച ആളുകളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നുന്നില്ല? വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖം അവരുടെ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. എന്താണ് ബ്രിജ്ഭൂഷൺ ശരൺ മെഡൽ നേടി വരുന്ന അത്ലറ്റുകളോട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വലിയ ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ച് മെഡല് കഴുത്തിലണിഞ്ഞു വരുന്ന നമ്മുടെ ചാമ്പ്യന്മാരെ എത്ര മോശമായിട്ടാണ് ഈ നീചൻ സ്പർശിച്ചത് എന്ന് പറയുന്നുണ്ട്. അയാളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നിയിട്ടില്ല, അമിത്ഷായ്ക്ക് തോന്നിയിട്ടില്ല, നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അയാളുടെ മകനെ തന്നെ വീണ്ടും മാലയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്. ഇതേ ബ്രിജ്ഭൂഷന്റെ അനുചരന്മാർക്ക് ഇതേ ഗുസ്തി ഫെഡറേഷനെ നയിക്കാൻ അനുവാദം കൊടുത്തത്. അത് നമ്മൾ ആലോചിക്കണം. ഈ ചാമ്പ്യൻ അത്ലറ്റിനെ റോഡിലൂടെ ഡൽഹിയിലെ റോഡിലൂടെ വലിച്ചഴിച്ചിട്ടുണ്ട്. സാക്ഷി മാലിക് ഒളിമ്പിക് ചാമ്പ്യനാണ്. ആ സാക്ഷി മാലിക് കണ്ണീരോടെ ഈ തിരുവനന്തപുരത്തടക്കം വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അത്ലറ്റുകളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ അവഹേളിക്കപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു അത്ലറ്റ് ഇന്ന് ഈ നിലയ്ക്ക് ഒരു ദൗർഭാഗ്യത്തിനിരയാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും. അതിന് ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കായിക താരങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം വരുന്നത്. അഭിലാഷേ, കഴിഞ്ഞോ? നിങ്ങൾ സമയമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രസംഗം നടത്തുകയാണ്. ഒന്ന് നിർത്തി, ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ. പറഞ്ഞോളൂ. ഞാനൊന്ന് ഒരു വിഷയം തുടങ്ങി. ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിലൂന്ന് നിന്നുകൊണ്ട് സംസാരിക്കുക. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സിൽ നടന്ന ഏറ്റവും വേദനാജനകമായ ദൗർഭാഗ്യകരമായ സംഭവത്തിനെ പറ്റിയാണ്. ആ വിഷയം സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുക. നമ്മൾ ഒരു വർഷം മുമ്പ് നടന്ന കാര്യം, ആ വിഷയമാണ് സംസാരിക്കുന്നത്, നമുക്കത് വേറെ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്ന കാര്യമാണ് പറയുന്നത്. രാജ്യം മുഴുവൻ അതീവ ദുഃഖത്തോടെ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതിനോടാണ് ഞാൻ പ്രതികരിച്ചതും. മറ്റൊന്ന്, വിനേഷ് ഫോഗട്ട് അവരുടെ ചോയ്സ് ആയിട്ട്, താങ്കൾക്ക് തരാൻ സമയം തരും. അതിനിപ്പോ ഈ പ്രോഗ്രാമിന്റെ സമയം വിനേഷ് ഫോഗട്ട് അവരുടെ ചോയ്സ്, അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവുന്നോ, അല്ലെങ്കിൽ 53 kg അവർക്ക് നല്ല ഇതാണെന്നോ, അല്ലെങ്കിൽ എന്ത് കാരണമായിക്കോട്ടെ, ആരും അവരെ നിർബന്ധിച്ചതല്ല 50ലേക്ക് പോകണമെന്നുള്ളത്. അവർ തിരഞ്ഞെടുത്തതാണ്. ശരി, അവർ അതിൻ്റെ അകത്ത് മത്സരിച്ചു, നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, ഫൈനൽ വരെ എത്തി. രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നു ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടി. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ വളരെ 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 ക്ലിയറാണ്. ഇതിൻ്റെ അകത്ത് നിയമങ്ങൾ മാറണം, പ്രൊഫഷണൽ സമീപനം മാറണം. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഡിബേറ്റബിൾ ആണ്, ചെയ്യേണ്ടതാണ്. ഇത് കാലാകാലം, ഇതൊരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടായതല്ല. 10-75 വർഷമായിട്ട് ഈ രാജ്യത്ത് നടന്നു വരുന്ന സ്പോർട്സ് നയത്തിൻ്റെ ആ ബാക്കി പത്രമായിട്ട് ഇപ്പോഴും പല കാര്യങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അത് തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുമുണ്ട്. മനസ്സിലാകുന്നില്ല. 10-70 വർഷമായി നമ്മൾ തുടരുന്ന സ്പോർട്സ് നയത്തിന്റെ ബാക്കി പത്രമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് ഒളിമ്പിക്സ് പോലെയുള്ള വേദികളിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കായിക തലപ്പത്ത് ഓരോരോ മേലാളന്മാർ ഓരോ സമയത്തും, നിങ്ങളുടെ കാലത്ത് മാത്രമല്ല കേട്ടോ, ഓരോ സമയത്തും ഓരോ മേലാളന്മാർ, അവരുടെ അനുയായികൾ, അവരുടെ അനുചരർ, അവരുടെ സംവിധാനങ്ങൾ പാവപ്പെട്ട അത്ലറ്റുകളെ, കായിക താരങ്ങളെ, രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ രാജ്യം കണ്ടിട്ടുള്ളതാണ്. അതിന്റെ കൂടെ എല്ലാ കയ്പും ഇന്ന് വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരിക്കുന്ന ഈ ദൗർഭാഗ്യത്തിൽ, അവരുടെ ഏറ്റവും വലിയ ദുരന്തത്തിൽ മനുഷ്യർക്ക് തോന്നും, ആവേശം തോന്നും. അത് തന്നെയാണ് സ്വാഭാവികമായും ഈ രാജ്യം പ്രകടിപ്പിക്കുന്നത്.